കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ ഇറങ്ങുന്നോർത്തിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരാണോ നിങ്ങൾ? എന്നാവാ ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാം. നാടും നാട്ടാരും സെയിം ജോലിയും താല്പര്യങ്ങളും ഒക്കെയായി ഒരു മാറ്റം ഇല്ലാണ്ട് കംഫർട്ട് സോണിൽ കഴിഞ്ഞുകൂടായിരുന്നു ഞാൻ പെട്ടെന്നൊരു ദിവസം കെട്ടും കെട്ടി കൊച്ചിക്ക് വന്നപ്പോൾ എത്രമാത്രം കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പക്ഷേ അന്ന് ഞാൻ നടന്ന് പാക്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ നേടിയ കുറേ കാര്യങ്ങളുണ്ട്. പുതിയ സിറ്റി, പുതിയ മനുഷ്യർ, പുതിയ രുചികൾ. പുതിയതെല്ലാം അത്ര തന്നെ പുതുമയോടെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പെട്ടെന്ന് എല്ലാത്തിനോട് കൂട്ടുവിടാൻ സാധിച്ചു. നാട്ടിൽ കാണുന്ന നിഷ്കളങ്കതയുടെ ഭാവങ്ങൾ മാത്രമല്ല, മനുഷ്യന്മാർ കുറച്ചുകൂടെ സ്റ്റിഫാണെന്നും കൊച്ചി പഠിപ്പിച്ചു തന്നു. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാൻ, എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ അധികം ചിന്തിക്കാണ്ട് തന്നെ നോ പറയാൻ, ഇത്രയും കാലം യൂസാക്കാതിരുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഉപയോഗവും സൈഡ് എഫക്ട്സും മനസ്സിലാക്കിപ്പിച്ച് തരാൻ തുടങ്ങി കൊച്ചി ഹെൽപ്പ് മീ എലോട്ട്. ഇതൊന്നും കൂടാണ്ട് എന്നെ ഇത്രയും സ്നേഹിക്കുന്നവർ എന്നെ ക്രിയേറ്റ് ചെയ്തതിനും കൊച്ചിക്ക് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റൂല. കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഞാൻ മുന്നേ നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് തല ഉയർത്തി നിന്ന് ഞാൻ എനിക്ക് അടിപൊളിയാണെന്ന് പറയാൻ മാത്രം വളർന്നു. സ്വന്തം നാട്ടിൽ നിന്ന് ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ് ഇതെല്ലാം പറ്റിയതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അടുത്ത ജോലി കിട്ടാണ്ട് ഉള്ള ജോലിയിൽ നിന്ന് റിസൈൻ ഇടുമ്പോഴും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ദാറ്റ് വാസ് മൈ ഡിസിഷൻ. ഈ വലിയ ലോകത്ത് മറ്റാരോടും ചോദിക്കാണ്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത ഡിസിഷൻ. ഉറപ്പാണോ എന്ന് എല്ലാവരും ചോദിച്ചപ്പോഴും എനിക്ക് 1000% ഉറപ്പായിരുന്നു. കെട്ടും പാണ്ടും എടുത്തു പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചി എന്നെ വിളിച്ചു. പഴയ എന്നെ കുറച്ചുകൂടെ ഉഷാറാക്കാൻ ഞാൻ വീണ്ടും ആ മഹാനഗരത്തിലേക്ക് എന്നെ തിരിച്ചു വന്നു.